ഹായ് കൂട്ടുകാരെ, സെലിം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് കാടമുട്ട വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു 10 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്, ഒരു പാക്കറ്റ്. അപ്പോഴും കാടമുട്ട ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്ക, പട്ട, 2 തക്കോല, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഈ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 10 കുഞ്ഞുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി. ഇനി കുറച്ച് കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ മതിയാവും. അതിനെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ച്. അപ്പോഴും നമ്മുടെ തക്കാളിപ്പഴമൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിത് ചപ്പാത്തിക്കായതുകൊണ്ട് തന്നെ നല്ല കറി കിട്ടത്തക്ക വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ. ഇപ്പോൾ നല്ലതുപോലെ ഓയില് തെളിഞ്ഞ് വരണം. പിന്നെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.